നല്ല എരിവ് കഴിക്കാനുള്ള കൊതി കാരണമാണ് ഈ നട്ടുച്ചയ്ക്ക് ഞാൻ കാന്താരിച്ചെടിയുടെ ചോട്ടിൽ നിൽക്കുന്നത്. നമുക്കൊരു 3-4 മുളകിൻ്റെ ആവശ്യമുള്ളൂ. അത് പറിച്ചെടുത്ത് നന്നായി കഴുകി ഇതാ ഒരു പാത്രത്തിലേക്ക് ഇട്ടു. ഇനിയൊരു സ്പൂൺ ഉപയോഗിച്ച് നമ്മുടെ മുളകുകളെല്ലാം ഓരോന്നോരോന്നായി പൊട്ടിച്ചെടുക്കാം. നന്നായി പൊട്ടിച്ചെടുത്ത ശേഷം ഒന്ന് ഉടച്ചുടച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ചേർക്കാം. വിനാഗിരി മാത്രം ചേർത്താൽ പോരല്ലോ, ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഉപ്പും വിനാഗിരിയും നല്ല സമാസമം ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുമ്പോൾ ഈ കാന്താരിയും ഉപ്പും വിനാഗിരിയും ഒക്കെ പിടിച്ചൊരു അടിപൊളി സ്മെല്ലാണ് കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണേ. എടുത്തു കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടും. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. ഒട്ടും സമയമില്ല. ഇപ്പം തന്നെ എൻ്റെ വായിലിങ്ങനെ ഭയങ്കര വെള്ളം വന്നിരിക്കുകയാണ്. കാരണം അത്രയ്ക്ക് നല്ല വിനാഗിരിയിട്ട് നമ്മുടെ മത്ത് പിടിപ്പിക്കുന്ന ഒരു സ്മെല്ലാണ്. നിങ്ങൾ ഒരു വട്ടമെങ്കിലും കഴിച്ചു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എരിവ് കഴിക്കാൻ തോന്നുമ്പോൾ നിങ്ങളിതാ ഈ ഒരു സാധനം കഴിക്കും കേട്ടോ. അത്രയും ടേസ്റ്റാണ്. എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ആ എരിവ് പിടിച്ച വിനാഗിരിയുടെ ആ ഒരു ചാറുണ്ടല്ലോ, മുളക് ചാറ്, അത് ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ. എനിക്കത് പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ ഇങ്ങനെ കപ്പലോടിക്കാനുള്ള വെള്ളമാണ്. കാരണം അത്രയും അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ഒരു വട്ടമെങ്കിലും ലൈഫിൽ കഴിച്ചു നോക്കണം കേട്ടോ. ഞാൻ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയൊരു കണ്ടുപിടിച്ചൊരു റെസിപ്പിയാണിത്. അതുകൊണ്ട് തന്നെ ഞാനിതിന് കാന്താരിച്ചാറെന്നാണ് പറയണത് തന്നെ. എനിക്കെന്തോ എരിവ് കഴിക്കാനൊക്കെ അത്രയ്ക്ക് ആഗ്രഹം തോന്നുമ്പോഴത്തേനും ഞാൻ വല്ലപ്പോഴും ഇതുണ്ടാക്കി കഴിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേനും ഈ കാന്താരിയിൽ വിനാഗിരി പിടിച്ചിട്ട് കാന്താരിക്ക് പോലും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് വെറുതെ കടിച്ച് തിന്നാനായിട്ട് തോന്നും. എന്താണെന്നറിയില്ല, എനിക്ക് എരിവിനോട് കൂടുതൽ താല്പര്യം ഉള്ളതുകൊണ്ടാണോ എന്നും അറിയില്ല കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് നമുക്കിത് പിന്നെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. വിനാഗിരി നമ്മുടെ ബോഡിക്ക് അത്രയ്ക്ക് നല്ലതൊന്നുമല്ല. പക്ഷേ നമ്മുടെ ഇന്ന് ആയുസ്സിന് എത്ര നാൾ നമുക്ക് ജീവിക്കാൻ പറ്റും എന്നൊന്നും ഒരു ഉറപ്പുമില്ല. അപ്പം നമുക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ നമ്മുടെ ആഗ്രഹത്തിന് നമുക്ക് കഴിക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ നല്ല പച്ച മാങ്ങ കഷ്ണമായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് കുഞ്ഞുള്ളി കൂടെ ചേർത്ത് കൊടുത്താൽ എൻ്റെ അമ്മോ ഒരു രക്ഷയില്ല. എൻ്റെ വായിലിതാ കപ്പലോടുകയാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, പച്ച മാങ്ങ കിട്ടാൻ യാതൊരുവിധ വഴിയില്ല. നിങ്ങളുടെ വീട്ടിലും കാന്താരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ കാന്താരി ചോറിൻ്റെ കൂടെയൊക്കെ കടിച്ച് തിന്നാനായിട്ടും നല്ല അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. എന്തായാലും നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് ആസ്വദിച്ച് കഴിക്കട്ടെ. നിങ്ങളുടെ വീട്ടിലും കാന്താരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.